ഇവിടെ ആരാടാ എന്നോട് മത്സരിക്കാനുള്ളത്? കൊച്ചളിയ, ജീപ്പിൽ പെട്രോൾ ഇല്ലെന്നാ തോന്നുന്നത്. ഒന്ന് വേഗത്തിൽ ഓടിക്കേ. ജയിക്കുവാണെങ്കിൽ ഞാനേ ജയിക്കുള്ളൂ. ഈ ഡോഗീസിന്റെ മുന്നിൽ ഞാൻ തോൽക്കാൻ പാടില്ല. ഇടാ, നമ്മളും ഡോഗീസാണ്. ഡോഗി ആണെങ്കിലും പൂച്ചയാണെങ്കിലും തോൽക്കാൻ പാടില്ല. സുഖമായി ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. സിറ്റിയിലുള്ള എല്ലാ ഡോഗീസിനും പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരോടുള്ള ആരോപണം അവർ മോഷ്ടിക്കുന്നു എന്നതാണ്. ചിലപ്പോൾ ആ മോഷണം ഇവരാണോ ചെയ്തത്? നിങ്ങളാണോ കുറ്റം ചെയ്തത്? ഇൻസ്പെക്ടർ പാണ്ഡ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതും ഈ പാവപ്പെട്ട ഡോഗീസിനോട്. ഇവർ പാവപ്പെട്ട ഡോഗീസ് അല്ല. പിന്നെ ഇവർ കുറ്റവാളികളാണോ? അല്ല അല്ല, വെറും ഒരു സംശയം മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി, ഏതോ ഒരു ഡോഗി വീട്ടിൽ കയറി മോഷ്ടിക്കുന്നു അത്രേ. ഇപ്പൊ മനസ്സിലായി ഇന്നലെ രാത്രി എന്റെ ഐസ്ക്രീം ആരാടുത്ത് കഴിച്ചതെന്ന്. എന്തായാലും ഇവന്മാരാണെന്ന് മനസ്സിലായി. ഇപ്പത്തെ സെലിബ്രിറ്റീസിനെ പോലെ ഫോട്ടോ എടുക്കുന്ന കണ്ടില്ലേ? പേര് പറയാ, എന്നിട്ട് കുറച്ച് കാണിക്ക്. എന്റെ പേരാണ് സുന്ദർ. സുന്ദർ എന്നാൽ അകത്തേക്ക് കയറിക്കോ. നിന്റെ ശബ്ദത്തിനും കള്ളന്റെ ശബ്ദത്തിനും 80% മാച്ചിങ് ഉണ്ട്. നിങ്ങളെ പേടിക്കണ്ട, പോലീസുകാർ കള്ളന്മാരെ മാത്രമാണ് പിടിക്കുന്നത്. പക്ഷേ കള്ളന് ഞങ്ങളുടെ ശബ്ദവും കിട്ടിയിരിക്കുകയാണ്. നമ്മൾ രക്ഷപ്പെട്ടേ മതിയാകൂ. ഉടൻ തന്നെ ഐസ്ക്രീം കഴിച്ചേക്കാം. അപ്പോൾ ശബ്ദം ഇല്ലാതാകും. പിന്നെ ബോബോ എന്ന് പറയുമ്പോ മാച്ച് ആകില്ല. ഐഡിയ എന്തായാലും കൊള്ളാം. ഞാൻ പോയി ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരാം. എടാ മരം മണ്ട, നീ പുറത്തു പോയാൽ ആപത്താണ്. ഞങ്ങള് പോകാം. പോപ്പട്ടെ, നീ ബുദ്ധിമാനാണ്, പക്ഷെ ഞാൻ മണ്ടനല്ല. അതെ, പോപ്പട്ട് പറഞ്ഞത് കേക്ക്. ധൈര്യമാണ് ഏറ്റവും വലുത്. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഐസ്ക്രീമുമായിട്ടേ വരുള്ളൂ. ഇവൻ എത്ര നല്ല കൂട്ടുകാരനാണ്. നിനക്ക് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ദേ ഒറ്റക്ക് ജയിലിലേക്ക് പോകുന്നതല്ലേ? ഇവനെ രക്ഷിക്കണമെങ്കിൽ യഥാർത്ഥ കള്ളനെ പിടിച്ചേ മതിയാവൂ. പക്ഷെ എങ്ങനെ? നീ ഒരു കാക്കയല്ലേ, നിന്നോട് എന്തിനാ ഞങ്ങളത് പറയുന്നേ? എടാ കൊരക്ക, ഞാൻ പോപ്പെട്ടാണ്. ഇപ്പൊ കാർത്ത് പോയെന്നേ ഉള്ളൂ. ഈ കള്ളൻ കാരണം എന്റെ കൂട്ടുകാർക്കൊക്കെ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അവനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കും. വേഗം വാ, നമുക്ക് ഇൻസ്പെക്ടർ പാണ്ഡേന്റെ അടുത്തേക്ക് പോവാം. പദ്ധതി എന്തായാലും സക്സസ് ആയി. ഞാൻ മോഷ്ടിക്കുന്നു, പക്ഷെ പാവപ്പെട്ട ഡോഗീസ് ജയിലിലേക്ക് പോകുന്നു. ഓ, ഇന്നലെ ഐസ്ക്രീം ഒരുപാട് കഴിച്ചു. അടുത്ത മോഷണം നടത്തുന്ന സമയത്ത് ഈ ഡോഗീസിനെ പോലെ കുരയ്ക്കാൻ പറ്റുമോ എന്നറിയില്ല. തന്തനാ 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 തന്തനാ. ഇവന്മാരും ഇപ്പൊ മിമിക്രി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണല്ലോ.
എടാ, അവൻ മിമിക്രി അല്ല ചെയ്യുന്നത്. ഡോഗീസിന്റെ ശബ്ദം ഉണ്ടാക്കി ഡോഗീസിനൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാണ്. ഞാൻ പോലീസ് ട്രിപ്പറാണ്. എന്തായാലും ഇപ്രാവശ്യം പിന്നെ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കാതെ പോയി. അപ്പോൾ ഈ മോഷണങ്ങളെല്ലാം ഡോഗീസ് അല്ല കുറുക്കനാണോ ചെയ്യുന്നത്? അതെ, ഞങ്ങൾ ഡോഗീസ് ഒരിക്കലും ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യില്ല. നല്ല പ്ലാനാ. ഖന്ന സാറിന്റെ ബാങ്കിന്റെ കഥക് തുറന്നു വെക്കണം. പാലിലധികം വെള്ളം ചേർക്കരുത്. കള്ളനെ പിടിക്ക്, അവരെ സഹായിക്കരുത്. അടികൈ, അവൻ അങ്ങോട്ട് മോഷ്ടിക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾ അവനെ പിടിക്കുമെന്നാണ് പറഞ്ഞത്. ഓ, ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. എങ്കിൽ വരൂ, അടുത്ത മോഷണം നടക്കുന്നതിന് മുമ്പ് അവനെ നമുക്ക് പിടികൂടാം. കണ്ടോ, മറ്റുള്ളവരെ കാശ് എങ്ങനെയാണ് അവന് മോഷ്ടിക്കുന്നത്? വരൂ, നമുക്ക് കൈയോടെ പിടികൂടാം. വേണ്ട, ഈ കളനെ ഞാൻ തന്നെ പിടികൂടിക്കൊള്ളാം. നിന്റെ കളി ഇതോടെ കഴിഞ്ഞു. കളി കഴിഞ്ഞു. അതിന് നമ്മളിതുവരെ കളിച്ചു തുടങ്ങിയില്ലല്ലോ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേര് സിയാറൂഖ് ആൻഡ് ഐ ഡോണ്ട് ബാർക്ക്. അത് തൊണ്ടയ്ക്കകത്തൊരു ചെറിയ പ്രശ്നം. വേണ്ട 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 വേണ്ട, ഞാൻ മോഷണം നിർത്തില്ല. എന്നെ വെറുതെ തല്ലണ്ട. വേണ്ട 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 വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്. അയ്യോ അയ്യോ അയ്യോ. ചെന്നായി അടിക്കുന്നതിന് പകരമായിട്ട് എന്നെയാണോ ഇങ്ങനെ അടിക്കുന്നത്? വേണ്ട 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 വേണ്ട, ഞാനിനി മോഷ്ടിക്കില്ല. എന്നോട് ക്ഷമിക്ക്. അയ്യോ, എന്നോട് ക്ഷമിക്ക്. ഇനി മുതൽ ഡോഗീസ് എല്ലാം എന്റെ കൂട്ടുകാരെ പോലെയാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്ക്. ഇനി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഡോഗീസിനും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. നീ ശല്യം ചെയ്യില്ലെന്നറിയാം. കാരണം നിനക്ക് വേണ്ടിയേ ദായുടെ പണ്ടസാർ കാത്തു വെക്കുന്നത് കണ്ടോ?
എല്ലാ ഡോഗീസിനെ ഉടൻ തന്നെ ഞങ്ങൾ പുറത്തേക്ക് വിടും. എന്നാൽ അവർക്ക് സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുകയില്ല. ഡോഗീസ് നമ്മുടെ സിറ്റിയുടെ സുരക്ഷയാണ്. വേണ്ട വേണ്ട, എന്നെ ജയിലിലിടരുത്. വേണ്ട വേണ്ട, ഓ പ്ലീസ്. ഈ ജയിലിൽ നിന്ന് പുറത്തു വന്നിരിക്കാം, പക്ഷെ സിറ്റിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ഓർമ്മയിരിക്കട്ടെ. എന്റെ കൂട്ടുകാരാ ജോർദാർ, നീയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഞാൻ പെട്ടെന്ന് ആർക്കും തന്നെ താങ്ക്സ് പറയാറില്ല. എന്നാൽ നിനക്ക് താങ്ക്സ് പറയുകയാണ് ഞാൻ. അത് പറയേണ്ടത് എനിക്ക് മാത്രമല്ല, എന്റെ കൂട്ടുകാരോടും പറയൂ. ഇവരുടെ സഹായത്താലാണ് ഞങ്ങൾ യഥാർത്ഥ കള്ളനെ പിടിച്ചത്. താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു. പൗ, പൗ, പൗ. അയ്യോ